ഗുരുവായൂരിൽ തിരിച്ചു വരുന്ന വഴിക്ക് കാറ് കൊരട്ടിയിൽ വെച്ച് ബ്രേക്ക് ഡൗണായി. അതിന് മുമ്പ് തന്നെ ഗുരുവായൂർ വെച്ച് ബ്രേക്ക് ഡൗണായി. അതിനുശേഷം മറ്റൊരു കാറിലാണ് നമ്മൾ തിരുവനന്തപുരത്തിൽ പോയത്. അവിടെ കാറ് നന്നാക്കിക്കൊണ്ട് വന്നു. പക്ഷേ വീണ്ടും തൃശ്ശൂർ കഴിഞ്ഞപ്പോൾ കൊരട്ടിയിൽ വെച്ച് കാറ് കേടായി, ബാറ്ററി വീക്കായിപ്പോയി. സ്വന്തമായി വാഹനം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം ഇതാണ്, വളരെ നന്നായിട്ട് പോകും. പക്ഷേ വഴിക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ പണിയായി. ഇതിപ്പം സ്വന്തം കാറല്ല, അതുകൊണ്ട് നമുക്കൊന്നും ടെൻഷനും ഇല്ല. ഇതിൻ്റെ മുതലാളി പറഞ്ഞ രാത്രിയായി, ഇപ്പോൾ 8 മണിയൊക്കെ ആയി. പക്ഷേ ഇത് റോഡ് സൈഡ് ആയത്, മെയിൻ റോഡ് ആയതുകൊണ്ട് അടുത്ത് തന്നെ ഹോട്ടലൊക്കെ ഉണ്ട്. രാജുവേട്ടൻ കാർ നന്നാക്കാൻ നോക്കുന്നു. കൊച്ചകത്ത് നിന്ന് കരച്ചിൽ. കൊച്ചിന് വാഹനം ഓടിയാലാണ് കൊച്ച് കരച്ചിൽ നിർത്തുക. യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ രാത്രി 9 മണിയായി. എന്നിട്ടും ഹൈവേയിൽ തിരക്കിനൊന്നും ഒരു കുറവുമില്ല. അതുകൊണ്ട് ഒരു സമാധാനമുണ്ട്, പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ആൾക്കാരുണ്ട്, പിന്നെ വാഹനങ്ങൾ പോകുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ഹോട്ടലുണ്ട്. ആ കാണുന്ന ലൈറ്റൊക്കെ ഹോട്ടലാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന. ഇപ്പം ഹോട്ടലിലേക്ക് നമ്മൾ കാറ് കൊണ്ടുപോകും. അതിൻ്റെ അപ്പുറത്തൊരു ബാറ്ററി കടയുണ്ട്. അവിടെ നിന്ന് ബാറ്ററി എടുത്തും കൊണ്ട് ഹോട്ടലിൽ പോകും, വല്ലതും കഴിക്കും. എന്നിട്ട് വേറൊരു വണ്ടി വരും. കൊച്ചിനെ പുറത്തിറക്കി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ബാറ്ററി കട. ഉണ്ട് അപ്പുറത്ത് തന്നെ ശരവണ ഹോട്ടലുണ്ട്. അത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. ഹോട്ടലിൽ കയറി പിള്ളേർക്ക് സന്തോഷമായി. ഹോട്ടലിൽ കയറി ഞാൻ ബിരിയാണിയാണ് കഴിച്ചത്. ബിരിയാണിയാണോ പൊറോട്ടയാണോ? നോക്കട്ടെ. അപ്പം മെനു തിരിച്ചിട്ടുണ്ട്. ഭയങ്കര റേറ്റാണ് ഹോട്ടലിൽ. അങ്ങനെ മറ്റൊരു കാറ് വന്നു. അതിലിതാ കയറി പോവുകയാണ്. അവിടെ നിന്ന് ബാഗെല്ലാം എടുത്ത് ആ വീട്ടിലെത്തി.